നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രിയ സംഗീത്, AJ ഹോസ്പിറ്റൽ കഴക്കൂട്ടത്തിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ഉണ്ട്. ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അനീമിയ ഇൻ പ്രഗ്നൻസി, ദറ്റ് ഈസ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറവായിട്ടുള്ള ഒരു പ്രോബ്ലം, വളർച്ച. ഇത് എന്തുകൊണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാണെങ്കിൽ ഇത് പ്രഗ്നൻസിയിൽ വെരി കോമൺ, നമ്മൾ ഇന്ത്യൻ വുമനിൽ ഒരുപാട് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. പ്രഗ്നൻസിയിലെ ഈ അനീമിയ 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ആർക്കെല്ലാം ഈ റിസ്ക് ഉണ്ട്, അനീമിയ വരാനുള്ള റിസ്ക്? ഈ യങ് ഏജിൽ പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകൾക്ക്, ദറ്റ് ഈസ് 18-19 വയസ്സിൽ പ്രഗ്നൻ്റ് ആവുന്നവർ. പിന്നെ 2 പ്രഗ്നൻസിന് ഇടയ്ക്ക് ഗ്യാപ്പ് കുറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ഹീമോഗ്ലോബിൻ ലോസ് വരത്തില്ലേ, അത് നോർമൽ ആവുന്നതിന് മുൻപ് നെക്സ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ പിന്നെ വീണ്ടും ഹീമോഗ്ലോബിൻ കുറയും. പിന്നെ ഒരുപാട് പ്രഗ്നൻസി അടുപ്പിച്ച് പ്രഗ്നൻ്റ് ആവുന്നവർക്ക് വരാം. പിന്നെ വേറെ ഏതെങ്കിലും ടൈപ്സ് ഓഫ് അനീമിയ ഉണ്ടെങ്കിൽ അതും പ്രഗ്നൻസിയിൽ അഫക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെ ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്യാൻ പറ്റും? പിന്നെ ആദ്യം പ്രഗ്നൻ്റ് ആയിട്ട് പോകുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് 3-ാം മാസം തൊട്ട് അയണിൻ്റെ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡയറ്റും ശ്രദ്ധിക്കണം. ഡയറ്റിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് പച്ചക്കറികൾ, ഇലക്കറികൾ, പിന്നെ പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, പയറ്, കപ്പലണ്ടി ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ കൂടും. നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ, മട്ടൺ, ബീഫ്, റെഡ് മീറ്റ് ഇതിലെല്ലാം ഹീമോഗ്ലോബിൻ കൂടാനുള്ള ഇതുണ്ട്. എപ്പോഴും ഗൈനക്കോളജിസ്റ്റ് എന്തോ പറയും, അയൺ, കാൽഷ്യം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. പിന്നെ പാൽ, ചായ അതിൻ്റെ ഒപ്പം അയൺ കഴിക്കാൻ പാടില്ല. ബിക്കോസ് ഇതിനൊപ്പം കഴിക്കുകയാണെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയും. എന്തുകൊണ്ട് നമ്മൾ ഈ അനീമിയയിൽ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെങ്കിൽ പ്രഗ്നൻസി സമയത്തും ഡെലിവറി സമയത്തും ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും വരാൻ ചാൻസ് ഉണ്ട്. അമ്മയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ വരാം? ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ ഇൻഫെക്ഷൻസ് എല്ലാ ട്രൈമസ്റ്ററിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, താഴെ വെജൈനൽ ഇൻഫെക്ഷൻ, ഇല്ല ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് കൂടും. പിന്നെ ഉള്ളത് നമുക്ക് പ്രീ ടേം ലേബർ, ദറ്റ് ഈസ് നേരത്തെ പ്രസവം വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഡെലിവറി സമയത്താണെങ്കിൽ മറുപിള്ള ഡെലിവറിന് മുൻപ് തന്നെ സെപ്പറേറ്റ് ആവാം, അബ്രപ്ഷ്യോ പ്ലസൻറ്റ എന്ന് പറയും, അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ആവാനുള്ള ചാൻസ്